ഡ്യൂഡിന്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയോ? വിനായകൻ ചേട്ടൻ. താങ്ക് യു ടീം. ഓക്കെ, അപ്പൊ ഇന്ന് ഞങ്ങള് ഈ റേഡിയോ മാംഗോയുടെ ഇവന്റില് നിങ്ങളുടെ എല്ലാം ഹോളി പരിപാടി കുറച്ചൊന്ന് ഡിസ്റ്റർബ് ചെയ്തിട്ട് നമുക്ക് ഞങ്ങളുടെ ഇന്ന് 8 മണിക്ക് ഓൺലൈനിൽ നമ്മുടെ സോങ് റിലീസാവുകയാണ്. അപ്പോൾ അത് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ ഈ സോങ് ആദ്യമായിട്ട് വിറ്റ്നസ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഉള്ളവരെല്ലാം തന്നെയാണ്. അതിനു മുമ്പ് നമുക്ക് ആ ട്രെയിലർ ഒന്ന് കണ്ടിട്ട് നമുക്ക് സോങ്ങിന്റെ മൂഡിലേക്ക് വരാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. നിങ്ങളൊന്ന് താങ്ക് യു വിജയ്. ആട് 3യുടെ ട്രെയിലർ നമ്മളിവിടെ സ്ക്രീൻ ചെയ്യാൻ പോകണം. ആട് എന്ന ഫ്രാഞ്ചൈസിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? ഹൗ ഡിഡ് ഇറ്റ് സ്റ്റാർട്ട്? അത് ഇവിടെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണെന്ന് തോന്നുന്നു. ഇതൊരു ഷോർട്ട് ഫിലിമായിട്ട് തുടങ്ങി ഇന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ ഒരു ഫ്രാഞ്ചൈസി എന്ന നിലയിൽ എത്തി നിൽക്കുമ്പോൾ ദൈവത്തിനോട് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ മാർച്ച് 19 മലയാളത്തിലെ ഏറ്റവും ടോപ്പ് ബഡ്ജറ്റ്സ് ഉള്ള 3 സിനിമകളിൽ ഒന്നിൽ ആടായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതേപോലെ തന്നെ അത് ബഡ്ജറ്റ്സിന്റെ കാര്യമല്ല, എന്നാലും ഞങ്ങളൊരു വിഷ്വൽ മാജിക് ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മ്യൂസിക്കൽ മാജിക്കുമാണ്. എൻ്റെ മ്യൂസിക് ഡയറക്ടർ ഷാൻ റഹ്മാൻ ഇവിടെയുണ്ട്. നിങ്ങളെല്ലാം പാടി നടക്കുന്ന ഓരോ ബീജിയത്തിന്റെയും പുറകിലുള്ള ആ മനുഷ്യരാണ് ഇവിടെ നിൽക്കുന്നത്. ഹാജി മസ്താൻ സലാം വയ്ക്കും ഷാജൻ പാപ്പനെന്ന് എഴുതി നടുവയ്യാത്തൊരു പാപ്പനെ ചെയ്ത ആളാണ് ഇത്. എന്റെ സർബത്ത് ഷബീറിന്റെ ബീജിയമാണെങ്കിലും അലക്കൽ അബുവിന്റെ ബീജിയമാണെങ്കിലും ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത സാക്ഷാൽ ഷാൻ റഹ്മാൻ. ഇന്ന് ആട് 3 സോങ് ഇദ്ദേഹത്തിന്റെ ദിവസമാണ്. ഇന്ന് ഞങ്ങൾ ആക്ച്വലി ഇതിങ്ങനെ ഒരു പബ്ലിക് ഈവന്റ് ആയിട്ട് വെക്കാനുള്ള കാരണവും ഞങ്ങൾക്ക് വളരെ ഷോർട്ട് ടൈമാണ്. നിങ്ങൾക്ക് എല്ലാം അറിയാം, ദുബായില് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ വാർ നടക്കുന്നു. അങ്ങനെ ഒരു രീതിയിൽ ഇന്നലെ അല്ലെങ്കിൽ മെനഞ്ഞാന്ന് ഈവനിങ് ആണ് ഈ സിനിമ റിലീസ് ചെയ്യും എന്ന് തന്നെ ഉള്ള ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് കിട്ടുന്നതും ഞങ്ങൾ അത് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ റേഡിയോ മാംഗോയിൽ ഞങ്ങളും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു ഷോയിൽ ഞങ്ങൾ ഇങ്ങോട്ട് ചോദിച്ച് വാങ്ങിച്ച ഒരു സ്റ്റേജ് ഷോ അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് ഈവന്റ് ചെയ്യണം എന്ന് വിചാരിച്ച് ഇവിടെ വന്നതാണ്. അതുകൊണ്ട് ചെറിയ ഷോർട്ട് ടൈമിലാണ് എല്ലാവരും അറിയിക്കാൻ കഴിഞ്ഞത്. എനിവേ, യു ആർ ഓൾ ലക്കി ടു ബി ഹിയർ. ഞങ്ങളുടെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് വിറ്റ്നസ് ചെയ്യുന്ന കുറച്ച് പേരാണ് നിങ്ങൾ എല്ലാവരും. ഷാൻ, ഓവർ ടു യു. സുഖമല്ല എല്ലാവർക്കും. എന്താ പറയാ, ഈ ആട് 1ന്റെ കഥ ഞാൻ കേൾക്കുന്നത് മിഥുന്റെ അടുത്തുനിന്ന്. ഞങ്ങൾ ഓം ശാന്തി ഓശാനയുടെ റിലീസ് കഴിഞ്ഞിട്ട് കൊച്ചിയിൽ നിന്ന് തിരിച്ച് കോഴിക്കോടേക്ക് പോകുന്ന വഴിയാണ് എന്നോട് മിഥുൻ ഇങ്ങനെ എൻ്റെ മനസ്സിലൊരു കഥയുണ്ട്, ആട് എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഞാൻ ആടോ? അതെ, ആട് ഒരു ഭീകര ജീവിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ശരി. അങ്ങനെ കഥ കേട്ട് നമ്മള് കോഴിക്കോട് എത്തിയിട്ട് ആ ചാർജില് ഞാൻ ഫസ്റ്റ് കമ്പോസ് ചെയ്ത പാട്ടായിരുന്നു കൊടി കയറണ പൂരമായി പൊടി പറത്തിയ. അപ്പം അത് അന്ന് തുടങ്ങിയൊരു ജേണി. അപ്പൊ അന്നൊന്നും നമ്മുടെ മനസ്സിൽ ആക്ച്വലി ഒരു ഫ്രാഞ്ചൈസ് ആവണമെന്നൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പിന്നീട് ഈ പറഞ്ഞ പോലെ ഫ്രൈഡേ ഫിലിംസ് വിജയ് ചേട്ടൻ നമുക്ക് തന്ന ധൈര്യം, അങ്ങനെ ആട് 2 വന്നു, അത് സൂപ്പർ ഹിറ്റ് ആയി. ഇപ്പതേ അതൊരു ബ്രഹ്മാണ്ഡ സിനിമയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാവാന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഇന്ന് ഇതിലെ ഫസ്റ്റ് സോങ് റിലീസ് ആവാൻ പോവാണ്. ആ സോങ്ങിന്റെ പേര് ഞാൻ പറയട്ടെ ചേട്ടാ? ഈ സോങ്ങിന്റെ പേര് സുൽത്താൻ എന്നാണ്. അപ്പൊ ഇത് എന്തായാലും എല്ലാവരും സംസാരിക്കട്ടെ, ഞാൻ മാത്രമല്ല, എല്ലാവരുടെയും ദിവസമാണ്. ഷാനോട് സംസാരിക്കുന്നുണ്ട്. ഈ സോങ്ങില് ഈ സോങ് ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയ അഭ്യൂഹങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ആരാണ് ഇതിൽ പെർഫോം ചെയ്യുന്നത്, ആരാണ്? ഫോർ ഷുവർ നിങ്ങളെല്ലാം കണ്ടു കാണും ട്രെയിലറില്. ഒന്ന് നമ്മുടെ സ്വന്തം വിനായകൻ തന്നെയാണ്. രണ്ടാമത് ആരാണ്? ഇവിടെ നിഖില വിമലിന്റെ സ്പെഷ്യൽ അപ്പിയറൻസ് ഉണ്ടെന്നും ഒരുപാട് പേരുകൾ ഇങ്ങനെ വന്നും പോയും ഒക്കെ നിന്നു. അപ്പൊ ഞങ്ങൾ ആ സർപ്രൈസും ഇന്ന് നിങ്ങളുടെ മുമ്പിലാച്ചാണ് ബ്രേക്ക് ചെയ്യുന്നത്. പേര് പറയാം, പേര് പറയുന്നില്ല, ആളെ വരുത്തിക്കാൻ അയാള് വരുന്നത് ആ മേഡം വരുന്നത് വരെ ഷാനോട് എന്താ വെച്ച് സംസാരിക്കും. ആളാരാണെന്ന് നമുക്ക് ഇപ്പൊ അറിയണ്ടേ? Here we go. So, Shan,
ആട് സീരീസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മേജർ ക്യാരക്ടറിനും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. ഒരു പക്ഷെ നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ അത്രയും വൈഡ് ആയിട്ട് കാണുന്നത്. അതിന്റെ പിറകിൽ ഒരു ജേർണി എങ്ങനെയായിരുന്നു? എല്ലാം മിഥുന്റെ ഐഡിയ ആണ്. മിഥുൻ ആണ് ഈ പറഞ്ഞ ഈ സൂക്കോൾഡ് നമ്മുടെ കോഴിക്കോട് കൊച്ചി കോഴിക്കോട് ട്രിപ്പിലാണ് പിന്നെ മിഥുൻ എന്നോട് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ തീം മ്യൂസിക് വേണം. ഞാൻ പറഞ്ഞ സാധാരണ അളിയ ഒന്നുകിൽ ഹീറോയ്ക്ക് ഒരു തീം, വില്ലൻ ഒരു തീം. അപ്പൊ പറഞ്ഞ അത് പോരാ, ഓരോരുത്തർക്കും ഇപ്പം ഹാജി മസ്താൻ സലാമോയ്ക്കെന്ന് പറഞ്ഞ ജയേട്ടന് ഒരു ടീം വേണം, അബുഭീകരൻ കൊടുഭീകരൻ എന്ന് പറഞ്ഞ് സൈജു ചേട്ടൻ ഒരു ടീം എന്ന് തുടങ്ങി ക്യാപ്റ്റൻ ക്ലീറ്റസ് അങ്ങനെ ഡൂഡ് അങ്ങനെ എല്ലാവർക്കും വ്യത്യസ്തമായ തീംസ് വേണം എന്നുള്ളത് മിഥുന്റെ ഐഡിയ ആയിരുന്നു. സർബത്ത് ഷമീർ അപ്പൊ അങ്ങനെ എന്തോ ദേവാനുഗ്രഹം എല്ലാം വർക്കായി. അതിന്റെ ഒരു സന്തോഷം. Okay, so now let's welcome Vedika to the stage. Vedika വേദിയിലേക്ക്. ഇനി ആ ഒരു സ്പെഷ്യൽ സോങ് നമുക്ക് സ്ക്രീൻ ചെയ്യണ്ടേ? റെഡിയാണോ? Shall we count down? ആട് 3 അല്ലേ? Let's start from 3. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. Thank you Vedika for being here. And ആട് 3 സുൽത്താനെ ഡ്യൂഡ് പ്ലീസ്. ഇനി എല്ലാം ഡ്യൂഡിന്റെ കാര്യങ്ങളാണ്. ഡ്യൂഡ് നമ്മുടെ കൊച്ചിയുടെ ഡ്യൂഡ് സുൽത്താൻ. സുൽത്താൻ വിത്ത് വേദിക. ഫസ്റ്റ് ടൈം ആയിരിക്കും നമ്മൾ ഇത്രയും ഗ്രേസ്ഫുൾ ആയ ഒരു സോങ് ഈ ഒരു ഗ്രേസ്ഫുൾ ആർട്ടിസ്റ്റിന്റെ കൂടെ നേരിട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം കാണാൻ പോകുന്നത്. സോ ലവ് ദിസ് മൊമെന്റ്. ഇറ്റ്സ് എ ഗ്രേറ്റ് മൊമെന്റ് ഫോർ ഓൾ ഓഫ് us. നമുക്ക് എല്ലാവർക്കും ആദ്യമായിട്ട് ഈ ഒരു പാട്ട്, ഒരു പക്ഷേ അല്ലേ വിജയ്, ഈ ഒരു പാട്ട് നമ്മൾ ഏറ്റവും ആദ്യം കണ്ട പ്രേക്ഷകർ മറ്റാരുമല്ല, അത് ഈ കാണുന്ന ജനങ്ങളാണ്. അത് ഗ്യാരണ്ടി അല്ലേ? ഓക്കെ, സോ സുൽത്താൻ, ഡ്യൂഡ് ആൻഡ് വേദിക. Hi Kerala, how are you guys doing? Sugamano? സുഖം. നിങ്ങൾ എല്ലാരെയും കണ്ടിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. Thank you so much for being here for the launch of our song. And Shere Sultan has been so special. I've always, loved dancing, and when Vijay sir offered me this song in one of the most anticipated franchises of South Indian film industry, Aad, so this is why I'm doing the song, because I love the franchise, I love the sequels that were made, and the team is why I have chosen to be a part of Aad 3. They are fantastic. Vijay sir has always made amazing films, always delivered great entertainers for family audience, and Aad is going to be a huge, a hugely anticipated film where all you guys, I'm sure, are waiting to watch it in theaters as much as I am. And coming back to the song, it's choreographed by Shobhi Master, one of the topmost choreographers in our film fraternity, and I'm really lucky to be a part of it. Shan sir has given the music and it is fantastic. I love the song. It is a song which you will wake up to every morning. You'll keep humming it, and it's like a earworm. It'll stay with you. And I can't wait to watch the film on 19th. And Vinayakan sir, please, I mean, he is the star of the film. Shere Sultan. He's truly a sultan. And really so happy to be working with you again. So yes, fantastic team, Jayasuriya ji and Sunny Wayne and everyone that's part of this film. I'm so happy to be here. Vijay sir as well as acting. And special thanks to Shan sir, Akhil George sir, Venu sir, who's also part of the film. And really happy to be with all of you here today. Thank you so much for being here supporting Aad 3 and our song. സോ നമ്മള് ഈ ഒരു ആട് 3 ഫ്രാഞ്ചൈസിന്റെ ഒഫീഷ്യൽ മെർച്ചൻഡൈസ് ഇസ് മൈ ഡെസിഗ്നേഷൻ. ആൻഡ് ബിഫോർ ദാറ്റ് വിനായകനിൽ നിന്നും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, ഡ്യൂഡിൽ നിന്ന് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡ്യൂഡിനെ കുറിച്ച് ഒരു ചോദ്യമുണ്ട് എനിക്ക്. ഡ്യൂഡിനോടല്ല, ഡ്യൂഡ് സംസാരിച്ചോളൂ. അത് കഴിഞ്ഞിട്ട് ഡ്യൂഡിനെ കുറിച്ച് ഒരു ചോദ്യമുണ്ട്. അതിന് ഉത്തരം പറഞ്ഞവർക്ക് സമ്മാനമുണ്ട്. പുള്ളിയാണ് ഏറ്റവും കൂടുതൽ
വളരെ ഹാർഡ് വർക്ക് ചെയ്തിരിക്കുന്ന സീക്വൻസിൽ എല്ലാവരും കണ്ടതാ. ഞാൻ ചുമ്മാ കാണിച്ചിട്ടുള്ളൂ. പക്ഷെ എല്ലാവരും കാണുന്നു. ബിഗ് മൂവി ലൈക്ക് ഭയങ്കര വലിയ മൂവിയാണ്. ഓക്കെ, ട്രൈ ചെയ്യുക കാണാനായിട്ട്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഒന്നും വേറെ കൂടുതൽ പറയാനില്ല, അതുകൊണ്ടാണ്. Okay, so we have a giveaway. ആട് 3യുടെ സ്പെഷ്യൽ ടീഷർട്സ് ഉണ്ട്. എന്റെ കയ്യിൽ ചോദ്യമുണ്ട്. ആരാണ് ആദ്യം ഓടി ഈ സ്റ്റേജിലേക്ക് വരുന്നത്? ഡ്യൂഡിനെ കുറിച്ചുള്ള ചോദ്യമാണ്. ഡ്യൂഡിന്റെ കയ്യിൽ നിന്ന് സമ്മാനം നേടാം. മുന്നോട്ട് വന്നോളൂ. ഓക്കെ, വന്നോ നേ വരൂ. ചാടി കയറി വാ. എല്ലാവരും കൂടെ കേട്ടോ. ഓക്കെ, പേരെന്താ? ശരണ്യ. ഓക്കെ, ശരണ്യ. എനിക്കറിയാം ഈ ശരണ്യ നമ്മളെ. ഓക്കെ, ഒരു പൂച്ചക്കുഞ്ഞിനെ കൊണ്ട് വന്നായിരുന്നു ഞങ്ങളുടെ വേറൊരു ഇവന്റില്. പുള്ളിക്കാരി ഈ പറഞ്ഞ പോലെ അബാൻഡഡ് ആയിട്ടുള്ള കാറ്റ്സിനൊക്കെ എടുത്ത് ഷെൽട്ടർ കൊടുക്കുന്ന ആളാണ് ശരണ്യ. ശരണ്യ, എന്റെ ചോദ്യം എന്താ പറയുക? വളരെ സിമ്പിൾ ചോദ്യമാണ്. ഡ്യൂഡ് മുന്നിലുണ്ട്. ഡ്യൂഡ് എന്നാണ് പറയാ നമ്മൾ ഇതിപ്പോ ക്യാരക്ടറിന്റെ പേര്. ഡ്യൂഡിന്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയോ? വിനായകൻ ചേട്ടൻ. ഡ്യൂഡിന്റെ ഫുൾ ഫോം വിനായകൻ ചേട്ടൻ. ഇൻഫാക്ട് ദാറ്റ് ഇസ് എ പെർഫെക്റ്റ് ആൻസർ. ശരിക്കുള്ള ആൻസറിനെക്കാളും നല്ല ആൻസർ അതാണ് അല്ലേ വിജയ്? ശരിക്കുള്ള ആൻസർ ആർക്കെങ്കിലും അറിയോ? ഇറ്റ് ഈസ് ദാമോദരൻ ഉണ്ണിമകൻ ഡെൽമൻ കൊച്ചി. ദാമോദരൻ ഉണ്ണിമകൻ ഡെൽമൻ കൊച്ചി. പക്ഷെ അതിന് ഇടക്കൊച്ചി. അതിനേക്കാളും നല്ല ആൻസറാണ് ശരണ്യ എന്നത്. ശരണ്യക്ക് ഒരു സമ്മാനം ഉണ്ട് വിനായകനിൽ നിന്ന് തന്നെ. ആ സമ്മാനം നമുക്ക് കൊടുപ്പിക്കാം. സോ ഡ്യൂഡ്, ഓപ്പൺ ചെയ്തോളൂ. So this is the official merchandise of Aadu 3. Here we go. കറക്റ്റ് സമയത്ത് നമുക്ക് പടക്കം പൊട്ടി. യെസ്, കടയിൽ വരുന്ന ചേട്ടനാ. ചീര എനിക്ക് ഭയങ്കര ഇഷ്ടം. കുറച്ച് ചെമ്മീനും കൂടി ഇട്ടാ മതി. വിനായകൻ ചേട്ടൻ. കാരണം വിനായകൻ ചേട്ടൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം ഞാൻ കുഞ്ഞിലേ കേട്ടിട്ടുണ്ട് ചേട്ടനെ കുറിച്ചിട്ട്. ഞങ്ങളുടെ അടുത്തൊരു വൈദ്യുതി പോകുന്നതാണ്. അപ്പൊ ഈ ചേട്ടൻ ഒരുപാട് വയസ്സായെന്നാണ് പറയണത്. ഈ ചേട്ടൻ ചെറുപ്പാണ്. അതറിയാം നമ്മൾ. ശരി, നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഞങ്ങളുടെ പാപ്പൻ ടീമിൽ നിന്നും എല്ലാവരും എത്തിയിട്ടുണ്ട്. അതിന് പുതിയ എൻട്രിയാണ് അറ്റത്തിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? ഹാപ്പി ഹോളി. അപ്പൊ ഞാൻ ഈ യൂണിവേഴ്സിൽ പുതിയ ഒരാള്. അപ്പൊ സിനിമയെ പറ്റി ഒരുപാട് എനിക്ക് സംസാരിക്കാൻ അധികാരം ഇല്ലെന്ന് പറയാൻ പറ്റും. ഇപ്പം അടുത്തൊരു മൂവിയില് ബാക്കി കാര്യങ്ങളെല്ലാം സംസാരിക്കല്ലേ, പ്രത്യേകിച്ച് ഒന്നും പറയാൻ കിട്ടുന്നില്ല. ഒരു ഓഡിയൻസ് ആയിട്ട്, ഒരു പ്രേക്ഷകനായിട്ട് ആടിന്റെ ബാക്കിയുള്ള സിനിമകൾ കണ്ടതാണ്. അതെ, അത് കണ്ടപ്പോൾ വിചാരിച്ചത് ഇങ്ങനെയൊക്കെ ആടത്ത് ഞാൻ ചിന്തിക്കുന്ന പോലും ഇല്ല എവിടേക്ക് എത്തുമെന്ന്. വിജയ് ചേട്ടൻ കനിഞ്ഞോണ്ട് ഞാൻ ഇവിടെ എത്തി. താങ്ക് യു. ഉണ്ണി രാജൻ പി ദേവ്, നമുക്കറിയാം. ഉണ്ണി, എല്ലാവർക്കും നമസ്കാരം. അപ്പോ പടത്തിനെ കുറിച്ച് ഇപ്പൊ ഇവരെല്ലാരും ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും പറയുന്നുണ്ട്. നമുക്കൊരു 4 ദിവസം 5 ദിവസം കൂടെ ഉള്ളൂ. അപ്പൊ വെയിറ്റ് ചെയ്തിട്ട് ബാക്കി കാണാം. പിന്നെ സന്തോഷം, ആട് 3 ടീമിന്റെ കൂടെ വീണ്ടും ആട് ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക, അത് ഇത്രയും വലിയൊരു സിനിമയായി മാറുക, ഒരുപാട് സന്തോഷം. അപ്പോൾ ആട് 1നും 2നും കൊടുത്ത അതേ സപ്പോർട്ട് ആട് 3ക്കും എല്ലാവരും തരണം. താങ്ക് യു സോ മച്ച്. സോ ഭഗത്തിന്റെ ഈടെ ഒരു റീല് വളരെ വൈറലായിരുന്നു. ഒരു കുബേര മോഡൽ റീൽ. ഇന്നലെ എടുത്തതാണ്. അതിന് ആട് 3 ആയിട്ട് എന്താണ് ബന്ധം? ഒന്നുമില്ല, ഇവരുടെ ഒരു പ്രൊമോഷൻ പോയപ്പോ ഒരു ഹോട്ടൽ റൂമിൽ വെച്ചിട്ട് ഇവന്മാർ എന്നിട്ട് പണിതാ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. എല്ലാരും കണ്ടത്. എല്ലാരും കണ്ടില്ലേ? ഓക്കെ, എല്ലാവരും ആട് 3 സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണുക. മാക്സിമം എന്താ പറയുക, നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. ഇത്രയും കാലം നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിന്നു. ഇനി അങ്ങനെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആരെയും നിരാശപ്പെടുത്തില്ല എന്നാണ് ഞങ്ങളുടെ എല്ലാവരും വിശ്വാസം. കാരണം അത്രയും വലിയൊരു ഹ്യൂജ് പരിപാടിയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. പോയി കണ്ട് ആസ്വദിക്കുക. താങ്ക് യു. പിങ്കിയോട് ഏറ്റവും സ്നേഹമുള്ള ആളാണ് അല്ലേ? പിങ്കി ആരാ? പിങ്കി നമ്മുടെ ആടിനോട് ഏറ്റവും സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. ഹരി, അതെ, അല്ല ഞാൻ മാത്രമല്ല, എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്. മട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഓം ശാന്തി ഓശാനയുടെ സമയത്ത് ഇതിന്റെ പെടലിൽ കയറി തൂങ്ങിയ ആളാണ് ഞാൻ. ഇപ്പോഴും ഇറങ്ങി പോയിട്ടില്ല. അപ്പോൾ അന്നൊരു ഷോർട്ട് ഫിലിമായിട്ട് തുടങ്ങി. ആ യാത്ര ഇപ്പോ ആട് 3 ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ് ഈ വെള്ളിയാഴ്ച. ഈ ഭഗത്ത് പറഞ്ഞ പോലെ ആരെയും നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ് വിശ്വാസം. ആട് ഫസ്റ്റിനും സെക്കൻഡിനും നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടും ആട് 3ക്കും ഉണ്ടാവണം. താങ്ക് യു.
So before we wind up, നമുക്കൊരു മൊമെന്റോസ് കൈമാറേണ്ട ആവശ്യമുണ്ട്. So I request Vijay Babu to do the honors. And first of all, I request Pitapalli Agencies നിന്നും Director Maria Paul to the stage. And I request for the memento. That is Maria Paul, Director of Pitapalli Agencies, our proud sponsor, followed by Ritesh VP, Branch Manager, Francis Alukas. Ritesh VP, Branch Manager from Francis Alukas. And I request our very own dude to hand over the memento to none other than Vijay Babu. Without him, it wasn't possible. Aadu 3 was not possible without Vijay Babu. And let me tell you, ഇനിയുള്ള ദിവസങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഗൂഗിളിൽ എടുത്ത് നോക്കുക. ആട് 3 എന്ന് ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്താൽ ഇനി എത്ര സമയമുണ്ടെന്ന് കാണിക്കാൻ പറ്റും. 4 days, 3 hours, 46 minutes, 27 seconds, and it's still counting. Thank you so much. Thank you for all the expectations you have kept for Aadu. Like Vinayan നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെ ആരെയും നിരാശപ്പെടുത്തില്ല ആട്. We have done a lot of, ഞാൻ മാത്രമല്ല ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഓരോരുത്തരും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ആർട്ട് ഡയറക്ടർ അനീസ് നാടോടി തൊട്ടിട്ട്, സ്റ്റെഫി കോസ്റ്റ്യൂമർ സ്റ്റെഫി തൊട്ടിട്ട്, മേക്കപ്പ് റോണക്സ് തൊട്ടിട്ട്, DOP അഖിൽ ജോർജ്, മിഥുൻ മാനുവൽ തോമസ്, ഈ നിൽക്കുന്ന ഓരോ ആക്ടേഴ്സും ഞങ്ങൾ കഴിഞ്ഞ 10 മാസം കഷ്ടപ്പെട്ട് ഒരുപാട് എല്ലാ സിനിമകളും കഷ്ടപ്പെടുന്നതാണ്. ഞങ്ങൾ ഇച്ചിരി കൂടുതൽ കഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിൽ അതിലൊരു അതിശയോക്തി ഇല്ല. കാരണം ഒരുപാട് മഴയും വെയിലും ഒക്കെ താണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ അതിലെല്ലാം ഉപരി ഈ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഇഷ്യൂസിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നു. അതിനിടയിൽ ഞങ്ങൾ ഈ സിനിമ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചത് തന്നെ മലയാള സിനിമയുടെ ഒരു തിയേറ്ററുകൾ പ്രശ്നങ്ങളിലാണ്. കഴിഞ്ഞ 2 മാസമായിട്ട് സിനിമകളില്ല, തിയേറ്റർ അടയ്ക്കേണ്ട ഒരു ഇഷ്യൂവിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ആട് ഫാൻസ് അല്ലെങ്കിൽ തിയേറ്ററും എല്ലാവരും കൂടെ നിൽക്കും എന്ന് ഞങ്ങൾക്ക് അസോസിയേഷനുകൾ ഉറപ്പ് നൽകിയ ഇതിലാണ്. എല്ലാവരും കൂടെ നിൽക്കില്ലേ? Thank you so much. Thank you all the social media for being here. And 4 hours, 36 minutes will be there on screen. Thank you. Thank you so much. Thank you. Thank you team ആട്. Before that ഒരു ചെറിയ സോറി പറയാനുണ്ട് വിജയ്. എന്റെ ഷർട്ടിൽ നിന്നും ചെറുതായിട്ട് കളർ അതിന്റെ മുകളിലായിട്ടുണ്ട്. Thank you to everyone. Thank you everyone for being here, and the entire media, Malayali media, for being standing here with, by supporting our film and giving us so much love. Thank you. Thank you so much. പരിപാടി തീർന്നിട്ടില്ല. ഇനി നമ്മൾ അതിന്റെ അവസാനത്തെ കൂട്ടപ്പൊരിക്കൽ തുടങ്ങുന്ന DJ Sario will be back, and I excuse everyone for the way I dressed up today. It is